നമ്മൾ നേരെ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് അനഘ ചേരുന്നുണ്ട്. കോഴിക്കോട് കൃഷ്ണൻ വലിയ രീതിയിലാണ് ഓരോ മുന്നണികളും പ്രതീക്ഷ വെക്കുന്നത്. കോഴിക്കോട് വലിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും കോഴിക്കോട് LDF വലിയ മുൻതൂക്കമാണ്. അത് ഇപ്പോൾ കണ്ണൂർ, കൊല്ലം എന്നൊക്കെ പറയും പോലെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷ. പക്ഷെ ഇത്തവണ അവർക്കവിടെ വലിയ ചോദ്യചിഹ്നമായി അവരുടെ ഭാവി നിൽക്കുന്നുണ്ട്. അതെ, ഈ മാലിന്യ പ്രശ്നം തന്നെ ഒരു വലിയ വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ബീന ഫിലിപ്പിനെതിരെ ഉയർന്ന ചില ആരോപണങ്ങൾ, അതൊക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതല്ലേ. എന്തായാലും അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി, വടകര, ബാലുശ്ശേരി, താമരശ്ശേരി ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിപ്പിക്കുക മുനിസിപ്പാലിറ്റികൾ എന്നൊക്കെ ഉള്ളതും നോക്കാം. അനഘ, എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ ഏതാനും കുറച്ച് സമയങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, വിശേഷങ്ങൾ? രോഹിണി, കൃഷ്ണരാജ്, ഇനി അല്പസമയത്തിനകം തന്നെ ആര് വാഴും ആര് വീഴും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്താണ്. ഇവിടെ അല്പം മുൻപ് തന്നെ സ്ട്രോങ് റൂം തുറക്കുകയും മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രം തിരുത്തി എഴുതും എന്നാണ് NDAയുടെ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ 45 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടത് ഭരണമാണ്. ഇക്കുറി ഇടത് കോർട്ടിക്ക് കൃത്യമായിട്ടുള്ള പ്രഹരമേൽപ്പിക്കാൻ BJPക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ആവേശോജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ചയാകാറ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണപ്പാളി വിഷയവും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസും ഒക്കെയായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് അതൊന്നും പോളിംഗ് ദിനത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വെറും 63% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ വർഷമാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 69% പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗിൽ വലിയ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളുള്ളത്. കോഴിക്കോട് 7 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതും വലിയ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയാനാണുണ്ടെങ്കിൽ രാമനാട്ടുകര, ഫറൂഖ് ഇവിടെയൊക്കെ തന്നെ ഇഞ്ചോടിഞ്ച് ഇടത് വലത് മുന്നണികളുമൊക്കെയായി തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതാണ്. കൊടുവള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, SDP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ വടകരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വടകരയിൽ മുക്കം നഗരസഭയിൽ ഒറ്റയ്ക്ക് ഈ വെൽഫെയർ പാർട്ടിയുടെ വനിതാ നേതാവ് മത്സരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ എന്താകും, ആര് വാഴും ആര് വീഴും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ളതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടിയും SDPയും ഒക്കെ നിർണായക ശക്തിയായി വരുമോ അല്ലെങ്കിൽ അവരെ കൃത്യമായി ജനം തിരിച്ചറിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. കോഴിക്കോട് 7 സീറ്റാണ് BJPക്ക് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 23 രണ്ടാം സ്ഥാനത്തായിരുന്നു. ആ 23 കൃത്യമായി തന്നെ 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞാൽ, ഈ 7 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 76 ഡിവിഷനാണുള്ളത്. അതിൽ നിർണായക ശക്തിയായി മാറാൻ BJPക്ക് കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോളിംഗിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങളിലൂടെയാണ് മുന്നണികൾ കടന്നു പോകുന്നത്. ആകാംക്ഷയിലാണ് ജനം. ആരാകും, ആർക്കൊപ്പമാകും കേരളത്തിന്റെ ജനമനസ്സ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. രോഹിണി, കൃഷ്ണരാജ്.